നമ്മുടെ SSC ഒരു വർഷം നടത്തുന്ന എല്ലാ എക്സാമിൻ്റെയും ഫുൾ ഡീറ്റെയിൽസ്, അതായത് ഏതൊക്കെ ദിവസങ്ങളാണ് ഏതൊക്കെ മാസങ്ങളിലാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽസ് ഒരു ഫുൾ കലണ്ടർ റിലീസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പം 2025-26 കാലഘട്ടത്തിൽ SSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പഠനമൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം നമുക്ക്. ഓക്കെ, ആദ്യം തന്നെ SSC എത്ര എക്സാംസിലാണ് നടത്തുന്നതെന്ന് പറഞ്ഞ് ഒരു കലണ്ടർ അപ്പ് ചെയ്തിട്ടുണ്ട്. എത്ര എക്സാംസ് ഉണ്ട്? 20 എക്സാംസ് മാർച്ച് ഏപ്രിൽ 2026 വരെയുള്ള ഫുൾ ഷെഡ്യൂൾ കലണ്ടർ അവരെന്ത് ചെയ്തിട്ടുണ്ട്? പുറത്തു വിട്ടിട്ടുണ്ട്. സാധാരണയായിട്ട് നമുക്കറിയുന്ന 3 എക്സാംസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏതാണ്? 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള MTS, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്ന MTS. അത് കഴിഞ്ഞാൽ കമ്പൈൻഡ് എന്താണ്? ഹയർ സെക്കൻഡറി അല്ലേ, CHSL. അതിനുശേഷമാണ് CGL, കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ. അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതുകൂടാതെ 20ഓളം എക്സാംസ് നടത്തുന്ന ഫുൾ കലണ്ടറാണ് SSC എന്ത് ചെയ്തിരിക്കുന്നത്? പുറത്തു വിട്ടിരിക്കുന്നത്. എല്ലാ എക്സാംസിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. എന്നിരുന്നാൽ കൂടി ഏതൊക്കെ മാസങ്ങളിലാണ് ഏപ്രിൽ മെയ് 2025 ആണ് ഡേറ്റ് മന്ത് എക്സാം ഒക്കെ വരുന്നത്. അപ്പൊ അവർ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ ഇതിൽ ചിലതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവാം? നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവാം. എല്ലാ കാര്യങ്ങളും എന്താണ്? ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ SSC എന്ത് ചെയ്തിട്ടുണ്ട്? ഔട്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അതിൽ നമ്മളുടെ എന്തുണ്ട്? നമ്മൾ ഈ പറയുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവല് CGL അതിൻ്റെ ജൂൺ ജൂലൈയിലാണ് 2025 എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്ന CHSL, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവല്. അതേതാണ്? ജൂലൈ ആഗസ്റ്റിലേക്കാണ്. MTS, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, അത് വരുന്നത് നമുക്ക് ഏത് മാസമാണ്? സെപ്റ്റംബർ ഒക്ടോബർ 2025 തന്നെ. ക്ലിയർ അല്ലേ? അതുകൂടാതെ ഡൽഹി പോലീസിലെ സബ് ഇൻസ്പെക്ടർ ആൻഡ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, അതിന്റെ ഡേറ്റും വന്നിട്ടുണ്ട്. ഏത് മാസമായിരിക്കും? ജൂലൈ ആഗസ്റ്റിലേക്കാണ്. ഫോഴ്സ് നോക്കുന്ന ആൾക്കാർ സ്റ്റെനോഗ്രാഫർ ഉണ്ട്, ജൂനിയർ എഞ്ചിനീയർ, കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റർ, ഡൽഹി പോലീസിലേക്കുള്ള കോൺസ്റ്റബിള്, അതേപോലെ തന്നെ നമ്മളുടെ എല്ലാ പോസ്റ്റിലേക്കും ബാക്കിയുള്ള 20ഓളം പോസ്റ്റിലേക്കുള്ള ഫുൾ ഡീറ്റെയിൽ എക്സാംസ് ഏതൊക്കെ മാസങ്ങളിൽ കണ്ടക്ട് ചെയ്യും. അപ്പോൾ മാർച്ച് ഏപ്രിൽ 2026 വരെ ഉള്ള ഫുൾ കലണ്ടർ SSC എന്ത് ചെയ്തിട്ടുണ്ട്? ഔട്ട് ചെയ്തിട്ടുണ്ട്. 20ഓളം എക്സാംസ്. ഇതിൽ ചില എക്സാംസ് നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ 3 എക്സാംസ് ആണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അല്ലേ? CGL, CHSL, MTS മതി. ഏകദേശം 1 ലക്ഷത്തിലേറെ വേക്കൻസീസ് വരെ എന്ത് ചെയ്യും? 20 എക്സാംസിലായിട്ട് നമുക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല. ഇതിൽ കുറെ എക്സാംസ് ഇനി നിങ്ങൾ ആലോചിക്കുക. ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇതിൽ ആദ്യം വരുന്ന എക്സാം CGL ആണ് അല്ലേ? CGL ഏതാ? ജൂൺ ജൂലൈ 2025. ഇതിപ്പോ മാർച്ച് ആയില്ലേ? ഏപ്രിൽ, മെയ്, ജൂൺ, 3 മാസം. ജൂലൈ 4 മാസം, മാക്സിമം 4 മാസം അല്ലെങ്കിൽ 3 മാസമാണ് നമുക്ക് എന്തുള്ളത്? എക്സാമിനേഷൻ ആയിട്ടുള്ളത്. ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് പഠിക്കണം. നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. നാളെ എന്ന് പറഞ്ഞ് നീണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മൾ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റില്ല. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. അതേപോലെ തന്നെ ടൈം മാനേജ്മെന്റ് വേണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ 20ലേറെ എക്സാംസ്. അതുകൂടാതെ ഞാനിപ്പോൾ പറഞ്ഞത് SSCയുടെ കാര്യമാണ്. റെയിൽവേ എക്സാംസ് റിക്രൂട്ട്മെന്റ് വിളിക്കുന്നുണ്ട്, ബാങ്ക് എക്സാംസ് വിളിക്കുന്നുണ്ട്. ഏകദേശം നമുക്ക് 1.5 ലക്ഷം, അതായത് 1 ലക്ഷത്തിലേറെ വേക്കൻസിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാലറിയോ 1 ലക്ഷത്തിൽ മേലെ, അതായത് ഏറ്റവും MTS തൊട്ട് കെയറാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് 35,000 തൊട്ട് 1 ലക്ഷത്തിൽ മേലെ 1 lakh എബോവ് സാലറി വരെ കിട്ടുന്ന പോസ്റ്റുകൾ കയറുമ്പോൾ തന്നെ ഇൻ ഹാൻഡ് സാലറിയാണ്.
കിട്ടുന്ന പോസ്റ്റുകൾ വരെ എന്തിലുണ്ട്? ഈ പറഞ്ഞ RRBയിലായാലും SSCയിലായാലും ബാങ്കിലായാലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോ നമ്മളുടെ എന്താണ് ഫൗണ്ടേഷൻ കോഴ്സ് ഫോർ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ്, അതായത് ഈ പറഞ്ഞ എല്ലാ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനും വേണ്ടി ഒരു ഒറ്റ ബാച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ഫൗണ്ടേഷൻ കോഴ്സാണ്. സോ അതില് ഉള്ള ഫീച്ചേഴ്സ് 2025 നിങ്ങൾക്ക് SSC RRB ബാങ്ക് എക്സാംസിന്റെ കൂടെ നമുക്ക് എന്തും എഴുതാം. ഇൻഷുറൻസ് എക്സാംസും നമുക്ക് എന്ത് ചെയ്യാം? എഴുതാൻ സാധിക്കും. അതിലെല്ലാത്തിനും കൂടിയും ഒരൊറ്റ കോഴ്സ് 20ലേറെ എക്സാംസ്. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ SSC തന്നെ 20+. അതിൽ കുറെ എക്സാംസ് ജൂനിയർ എഞ്ചിനീയർ കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്പെസിഫൈഡ് ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതുകൂടാതെ RRB, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന എക്സാംസ്, ബാങ്ക് എക്സാംസ്, ഇൻഷുറൻസ് എക്സാംസ്, 20ലേറെ എക്സാംസ്. ഏകദേശം നമുക്ക് 40ലേറെ ജോബ്സ്, 40ലേറെ പോസ്റ്റുകളുണ്ട്. ഞാൻ ഈ പറഞ്ഞ അത്ര സാലറി എല്ലാം കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒറ്റ കോഴ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 1 ലക്ഷത്തിലേറെ വേക്കൻസി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളുടെ ഈ കോഴ്സുകളിലെ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഈ കോഴ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1500ലേറെ റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടോപ്പ് ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതുകൂടാതെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഹൈ ലെവൽ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് എല്ലാം ഈ ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? അവൈലബിൾ ആയിരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് ഡ്യുവൽ മെന്റർഷിപ്പ് സപ്പോർട്ട് കൂടി ഈ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സുകളെ കുറിച്ച് അറിയാനും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മളെ കൗൺസിലിംഗ് ടീമിന്റെ നമ്പറാണ്. ഏതാണ് നമ്പർ? 8711476466 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ SSC എക്സാം ആയിക്കോട്ടെ, ബാങ്ക് എക്സാം ആയിക്കോട്ടെ, അതേപോലെ തന്നെ റെയിൽവേ എക്സാംസ് ആയിക്കോട്ടെ, അപ്കമിങ് ഏത് എക്സാംസിനെ കുറിച്ചുള്ള ഡൗട്ട് ആയിക്കോട്ടെ, നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ചായിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ചായിക്കോട്ടെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. 8714764666 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളുടെ കൗൺസിലിംഗ് ടീമിന്റെ നമ്പറാണ് കേട്ടോ. സോ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഒരു റിമൈൻഡർ ആണ്. കാരണം ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും വേഗം പഠിക്കാം. നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ? അപ്പോൾ നമ്മളുടെ സമയം വൈകിപ്പോയി, ഇനിയും വൈകിക്കരുത് എന്നാണ് പറയാനുള്ളത്. കാരണം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹിച്ച ജോലിയിലേക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ വീണ്ടും പറയാണ്, എത്രയും പെട്ടെന്ന് പഠിക്കുക, സമയം പാഴാക്കാതെ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.